SNDPയിൽ എല്ലാവർക്കും വോട്ടവകാശം വേണമെന്ന ഹർജിയിൽ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ 4 അപ്പീലുകൾ ഫയലിൽ സ്വീകരിച്ച ഈ ഒരു ഘട്ടത്തിൽ ഇത് കേന്ദ്ര സർക്കാരിനും വെള്ളാപ്പള്ളി നടേശനും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. വെള്ളാപ്പള്ളി കഴിഞ്ഞ കുറേ നാളായിട്ട് തിരിച്ചടികൾ ഇങ്ങനെ നേരിട്ടുകൊണ്ടേയിരിക്കുക. ഏറ്റവും ഒടുവിലത്തേതാണിത്. അതെ, വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ, 100 പേർക്ക് ഒരാൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഈ ഒരു പ്രാതിനിധ്യ വോട്ടവകാശത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും ഈ ഒരു കള്ളക്കളികൾ കളിച്ചുകൊണ്ടിരുന്നത്. അതാകുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് പോകും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു സമീപനമാണ്. കാരണം ഇവിടെ എല്ലാ സമുദായത്തിലുള്ള എല്ലാ സമുദായ അംഗങ്ങൾക്കും വോട്ട് ചെയ്തുകൊണ്ട് വേണം അവരുടെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ. ഇതാകുമ്പം ഈ കാലാകാലങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലേക്ക് SNDP യോഗത്തിൻ്റെ കടിഞ്ഞാൺ എല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഉള്ള അപ്പീൽ ആണിപ്പോൾ ഫയൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി വിചാരിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം, ഇങ്ങനെയുള്ള ചില ഗിമിക്സ് കൊണ്ട് എല്ലാ കാലത്തും SNDP യോഗം പോലെ ഒരു സംഘടനയുടെ തലപ്പത്ത് തുടരാം എന്ന് തന്നെ വിചാരിച്ചു വെച്ചിരുന്നത്. SNDP യോഗത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായ എന്താണ്, ഇലക്ഷൻ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു, തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വാർഷിക പൊതുയോഗവും ഒക്കെ ചേരുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അവിടെ നോമിനേഷൻ കൊടുക്കുന്നു, സെക്രട്ടറിയായിട്ട് നോമിനേഷൻ കൊടുക്കുന്നു. അവിടെ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പിടിച്ചു വന്ന സമയത്ത് ഹൈക്കോടതി വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ കിടക്കുന്നു എല്ലാം കൂടെ. എന്താ, ആ പുള്ളി അയോഗ്യനാണ്, ഇനി ആ സ്ഥാനത്ത് തുടരാൻ ശരിക്കും പറഞ്ഞ SNDP യോഗം ജനറൽ സെക്രട്ടറി ഇനിയിപ്പോൾ പുള്ളി പറയാൻ പറ്റത്തില്ല. ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയായി വെള്ളാപ്പള്ളി നടേശൻ മാറുകയും ചെയ്തു. ഇത് വെള്ളാപ്പള്ളി നടേശന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണെന്നേ. ഇനിയിപ്പോൾ അങ്ങോട്ട് വെള്ളാപ്പള്ളിയുടെ പതനത്തിന്റെ കാലമാണ്. പ്രാതിനിധ്യ വോട്ടവകാശം കൂടി തള്ളിക്കളഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ അതിന് പിന്നെ എല്ലാവർക്കും വോട്ടവകാശം വേണമെന്ന് പറയുന്ന ഒരു ആവശ്യമായി ഇവിടുന്ന് SNDP സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അപ്പീൽ ഫയൽ സ്വീകരിച്ചു കഴിയുമ്പോൾ തന്നെ വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയായെന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ എന്താണ് സംഭവിച്ചത്? വെള്ളാപ്പള്ളി എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, അതത് രാഷ്ട്രീയ പാർട്ടികളെ അല്ലെങ്കിൽ അതത് സർക്കാരുകളെ എപ്പോഴും അനുനയിപ്പിച്ച് കൂടെ നിർത്തുന്ന ഒരു സമീപനം എല്ലാ കാലത്തും വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ 5 വർഷം 10 വർഷമായി എത്താറാവുന്ന സമയത്ത്, അതായത് 2 ഇടതുപക്ഷ സർക്കാരുകൾ മാറി വന്ന സാഹചര്യത്തിൽ അവിടെ എന്താ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത്? അവിടെ പിണറായി വിജയനെ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. കാര്യം പിണറായി വിജയനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് എന്തിനങ്ങനെ സൂചിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ വോട്ട് ബാങ്ക് കിടക്കുന്നത് പിന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിലാണ്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, അവിടെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ കിടക്കുന്ന ആ ഒരു വോട്ട് ബാങ്ക് എന്ത് തന്നെയാണെങ്കിലും ഇടതുപക്ഷത്തെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാം വെള്ളാപ്പള്ളി നടേശന്. അപ്പോൾ അതറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഒരു തുടർ ഭരണത്തിന് സാധ്യതകളുണ്ട്. എന്തായാലും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ ക്രാന്തദർശിത്വമുള്ള ഒരാളാണ്, കുറച്ചുകൂടെ കണക്കുകൂട്ടലുകളുള്ള ഒരാൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും പിന്നെ ഈ ജനങ്ങളെ പറ്റി ജീവിക്കാൻ പറ്റത്തില്ല ഒരാൾക്ക്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. തന്നെയുമല്ല, ഈ പറയുന്ന VD സതീശനെ പോലുള്ള ആളുകളൊന്നും ഈ ഇദ്ദേഹത്തിന്റെ ഈ ക്ലച്ചസിൽ വീഴില്ല. അവരെ ഒഴിവാക്കി നിർത്തണം. ഈ ഒരു 10 തവണ ഒരാളെ കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ ഒരു വലിയ വിഭാഗം ആൾക്കാരുടെ മനസ്സിലേക്ക് തെറ്റായ ഒരു ഇംപ്രഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരാളെ കുറിച്ച് നമ്മളിങ്ങനെ 10 തവണ പറഞ്ഞുകൊണ്ടിരിക്കുക മോശപ്പെട്ട കാര്യങ്ങൾ, VD സതീശനെ കുറിച്ച് മോശമുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അയാളോട് ആരാധനയുള്ള ആൾക്കാരുടെ മനസ്സിൽ പോലും ഒരു ചെറിയ ഒരു ബ്ലാക്ക് സ്പോട്ട് വീഴും. അപ്പൊ ആ സ്പോട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികം എന്നോണം ഈ പറയുന്ന VD സതീശന് മങ്ങലേൽക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ തുടർ ഭരണത്തിലേക്ക് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇതിനെ അനുകൂലമാക്കിയെടുത്ത സാഹചര്യമാണ്. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി നാളെ ബാർഗെയിൻ ചെയ്യാം, എൻ്റെ സമുദായം നിങ്ങൾക്കൊപ്പമാണ് എന്നത് ഇടതുപക്ഷത്തിനോട്. അപ്പം എൻ്റെ ആവശ്യങ്ങൾ, പ്രാതിനിധ്യ വോട്ടവകാശം അടക്കമുള്ള ആവശ്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണം, മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ സർക്കാർ അവസാനിപ്പിക്കുക, ഇങ്ങനെ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ. അതായത് മൊത്തം നല്ല കാര്യമൊന്നും അല്ല കേട്ടോ. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സുതാര്യമായ പണമിടപാട് പിന്നെ കാര്യങ്ങളോ ഒന്നും അല്ല. സുതാര്യമായ ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് പുള്ളിയുടെ ഒരു സ്വഭാവ ഗുണം അങ്ങനെ. പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാം വളഞ്ഞ വഴി, വക്രബുദ്ധിയുടെ അങ്ങേ അറ്റത്താളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. അത് നമുക്ക് കാലാകാലങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. 3 പതിറ്റാണ്ടോളം ആകുന്നു പുള്ളി ആ SNDP യോഗത്തിന്റെ തലപ്പത്ത് കയറിയിരുന്നിട്ട്. എന്തുകൊണ്ടാ മാറാൻ കഴിയാത്തത്? ഇദ്ദേഹത്തിന്റെ ഒരു പുതിയ സിസ്റ്റം അവതരിപ്പിക്കുകയാണ്. ഈ പ്രാതിനിധ്യ വോട്ടവകാശം എന്ന് പറയുന്ന സിസ്റ്റം അവതരിപ്പിക്കുക. അത് പ്രകാരം ഈ വോട്ട് ചെയ്യുന്നവരെല്ലാം ഇങ്ങനെ പിണിയാളുകളാണ്, പുള്ളിക്കാരന് വേണ്ടപ്പെട്ടവരാണ് ഈ വോട്ട് ചെയ്യുന്നതല്ല. ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ SNDP സംരക്ഷണ സമിതി പോയത്. ഈ ഒരു സംഘടനയുടെ
ഭാരവാഹികൾ എന്ന് പറയുന്ന ആളുകൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിലാണെങ്കിൽ, അതായത് ഒരു സംഘടനയെ ഉന്നതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് എങ്കിൽ ഒരിക്കലും ഒരു ഒരു സംഘടന സംരക്ഷണ സമിതി ഉണ്ടാവൂല. നമ്മൾ ആലോചിച്ച് നോക്കും, നല്ല രീതിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം SNDP യോഗം നല്ല രീതിക്ക് പോവാം. കുമാരനാശ ഇരുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പപ്പു പിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും ഇല്ല. അപ്പൊ ഇത് എന്തുകൊണ്ട് അന്നൊക്കെ SNDP സംരക്ഷണ സമിതി ഉണ്ടായില്ല? കാര്യം അവരൊക്കെ വളരെ കൃത്യമായി ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയവരാണ്. അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യബോധത്തെക്കുറിച്ചും കാര്യമായ അറിവും ആ ലക്ഷ്യത്തിലേക്ക് സംഘടനയെ കൊണ്ടെത്തിക്കാനും അതോടൊപ്പം ഈ പറയുന്ന അതിനെ പിൻപറ്റി ജീവിക്കുന്ന സമുദായ അംഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകാനും വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവരാണ് അവരെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ SNDP യോഗം നല്ല പ്രൗഢിയോടുകൂടി ആരും കാശ് മോഷ്ടിക്കാതെ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംരക്ഷണ സമിതിയുടെ ആവശ്യമില്ല. അതേസമയം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്താ ചെയ്യുന്നത്? ഈ സമുദായത്തെ വഞ്ചിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സമുദായത്തിനെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ആ സംഘടനയെ ഇരുന്നുകൊണ്ട് തുറക്കുകയോ ചെയ്യുന്നേ. അതിന്റെ ചുവടടക്കം തുറന്നുകൊണ്ടിരിക്കുക. തുറന്ന് എവിടെയൊക്കെ തുറന്ന് എടുത്തു കൊണ്ടുവന്ന് കണിച്ചുകുളങ്ങര വെക്കാൻ പറ്റുമോ അതെല്ലാം തുറന്നെടുത്തുകൊണ്ട് കണിച്ചുകുളങ്ങര കൊണ്ട് വെച്ചോണ്ടിരിക്കുക. അതാണ് വെള്ളാപ്പള്ളി ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഈ സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ അതുകൊണ്ട് SNDP യോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടാണ് ഇവിടെ SNDP സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു സംഘടന വീണ്ടും ഉണ്ടാകേണ്ടി വരുന്നത്. അതോടൊപ്പം ശ്രീനാരായണ സഹോദരധർമ്മ വേദിയെ പോലുള്ള സംഘടനകളിലൂടെ ഉണ്ടാകേണ്ടി വരുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ ഈ കൊള്ള കാരണമാണ്, പകൽ കൊള്ള കാരണമാണ്, അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു? ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഇതിനകത്ത് സുപ്രീം കോടതിയായിട്ട് പോയി കഴിഞ്ഞാലോ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണെങ്കിലോ തനിക്ക് കേടൊന്നും വരരുത് എന്ന് വെള്ളാപ്പള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ കേരളത്തിലെ കാര്യം സേഫ് ആക്കി വെച്ചു. കേന്ദ്രത്തിൽ നിന്നും തനിക്ക് തട്ടുകേട് ഉണ്ടാവരുത്, ED അന്വേഷണം വരാൻ പാടില്ല, CBI അന്വേഷണം ഉണ്ടാവാൻ പാടില്ല തനിക്കെതിരെ. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിലേക്ക് എന്തെങ്കിലും ഒരു കേസ് പോയി കഴിഞ്ഞാൽ എനിക്ക് അനുകൂലമായ വിധി ഉണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി കാഞ്ഞ വിത്താണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ BDJS-നെ ഒരു കാരണവശാലും അതിൽ നിന്ന് എടുത്തു മാറ്റാത്തത്? NDA സഖ്യത്തിൽ നിന്ന് എന്താ എടുത്തു മാറ്റാത്തത്? ഈ കാരണം കൊണ്ടാണ്. തനിക്ക് കേന്ദ്രത്തിൽ നിന്ന് തനിക്ക് എതിരെ ഒരു അടി ഉണ്ടാവാൻ പാടില്ല. അത് കൃത്യമായിരിക്കണം. കാരണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടുപോകും. കേന്ദ്രത്തിൽ നിന്ന് ED അന്വേഷണം വന്നാൽ തേഞ്ഞില്ലേ? ഈ കണിച്ചുകുളങ്ങരയിലെ തറവാട് വീടിന്റെ എന്താ പറയുന്നത് ഫൗണ്ടേഷൻ സഹിതം കുത്തികളാക്കി ഇട്ടിട്ട് പോവര്. അപ്പൊ അത് ഉണ്ടാവരുത്. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാൻ NDA-കാരനാവണം. എന്റെ മോൻ NDA-കാരനാ, BDJS, തുഷാർ വെള്ളാപ്പള്ളി, പ്രശ്നമൊന്നുമില്ല. എന്റെ പ്രീതി നടേശൻ വൈഫ് പുള്ളിക്കാരിയും NDA ആണ്. നമ്മുടെ ശോഭാ സുരേന്ദ്രനെ വോട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലൊക്കെ തിരിതെളിക്കാൻ പോയത് പ്രീതി നടേശനാ. അപ്പൊ ഇവിടെ എവിടെയാണ് വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ളത്? വെള്ളാപ്പള്ളി നടേശന് അതുമില്ല. രാഷ്ട്രീയ ബോധം അല്ല വേണ്ടത്, സ്ഥാനം മാത്രം മതി. അതിന് ഇനി 6 കാല് പിടിക്കാനും അല്ലെങ്കിൽ 6 കാല് നക്കാനും ഈ പറയുന്ന ആള് തയ്യാറാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇത് കോടതിയിൽ ഇപ്പോൾ ഇത് ഫയൽ സ്വീകരിച്ചു, ഈ അപ്പീൽ ഫയൽ സ്വീകരിച്ചു, ഉടനെ നടപടി ഉണ്ടായാൽ വെള്ളാപ്പള്ളി നടേശന്റെ എല്ലാ മോഹങ്ങൾക്കും വിഘാതം ഉണ്ടാവും. കാര്യം പ്രാതിനിധ്യ വോട്ടവകാശം നഷ്ടപ്പെട്ടാൽ വീണ്ടും ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോൾ അതിൽ മത്സരിക്കാനുള്ള യോഗ്യത പോലും വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടാവില്ല. കാര്യം അയോഗ്യനാണ്, അതിന്റെ വെപ്രാളമാണ്. അതിന് ഇനി തെരഞ്ഞെടുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ അപ്പീൽ കൊടുത്തതിന് ഫലം ഉണ്ടാവണം. അപ്പോഴേക്ക് എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി നടേശന് അത്യാവശ്യം നല്ല പ്രായമുണ്ട്, ഇപ്പൊ തന്നെ 90 വയസ്സോളമായി. അപ്പം അതിനും തീരുമാനമാവണം. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. എന്ന് വെച്ചാൽ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആ അപ്പീൽ ഫയലിൽ സ്വീകരിക്കാൻ സുപ്രീം കോടതി കാണിച്ച ആ ഒരു മനസ്സ് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ആ ഒരു നടപടി സത്യത്തിൽ വസ്തുനിഷ്ഠമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ അത് ന്യായമായ ഒരു തീരുമാനമാണ് എന്ന് നമുക്കും പറയേണ്ട ഒരു സാഹചര്യമാണുള്ളത്.